പ്രിയപ്പെട്ട നമസ്കാരം. ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഏകദേശം ഒരു 10-40 വർഷത്തിന് മേളിലായി തോന്നുന്നു. കരുനാഗപ്പള്ളിയിൽ 42 വർഷമായി. അപ്പൊ 42 വർഷം കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ആദ്യമായി ഞാൻ ആട്ടോ ഫീൽഡിൽ ഇറങ്ങിയ മുതലുള്ള കുറച്ച് അനുഭവങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മോനിഷ എന്ന് പറയുന്ന ഒരു ഓട്ടോ സാരഥിയാണ് നമ്മുടെ പുറകിലിരിക്കുന്നത്. അപ്പൊ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മോനിഷയിലെ സാരഥിയാണ് പരിചയപ്പെടുത്തുന്നത്. കാരണം ലൈഫ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പൊ പറഞ്ഞോളൂ, എന്താണ് നമ്മുടെ ഈ ഒരു ഓട്ടോ ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണമാണ്? 1982 ഞാനൊരു ഓട്ടോറിക്ഷ, ലാംബട്ര ഓട്ടോറിക്ഷ ആയിട്ട് കരുനാഗപ്പള്ളി സ്റ്റാൻഡ് വന്നു. ആ ഓട്ടോയിൽ അത് വലിയ പരാജയമായി. ചവിട്ടി സ്റ്റാർട്ടാണ്. അത് വലിയ പരാജയമായി പോയി. ഓടിയ പൈസ ഇല്ല, ഇങ്ങനെയൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2-3 കൂലി വണ്ടികളൊക്കെ ഓടി. അങ്ങനെ 3-4 പേരുടെ കൂടെ ഒക്കെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഓടിയ 80 പൈസയെ കിട്ടത്തുള്ളൂ. 80 പൈസ? 1 കിലോമീറ്റർ വണ്ടി ഓടിയ 80 പൈസയേ ഉള്ളൂ. 42. ആ കാലഘട്ടത്തിൽ 80 പൈസയ്ക്ക് കൂടുന്ന കിട്ടുന്ന എന്ന് പറഞ്ഞാൽ 100 രൂപ താഴെ കിട്ടത്തുള്ളൂ. അന്ന് മൈലേജ് എന്തുണ്ടായിരുന്നു? അന്ന് 25 മൈലേജേ ഉള്ളായിരുന്നു. 25 മൈലേജ് അന്നുള്ളൂ. അതെ, ലാംബട്രയ്ക്ക് അത്രയും മൈലേജ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 83, 84, 85, 86, 87 ഞാൻ ഈ രംഗത്ത് വേറെ സ്വന്തമായിട്ടൊരു ആട്ടോ എടുത്തു. ആ ആട്ടോ എടുത്ത് അത് വലിയ കുഴപ്പമില്ലാതൊക്കെ ഓടി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മാരേജ് സമയമായി. 30-ാമത്തെ വയസ്സിൽ മാരേജായി. മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളായി. അവരെ പഠിപ്പിച്ച് അവരും മേളോട്ട് വന്ന്. മോനുണ്ട്, മോളുമുണ്ട്. മോക്ക് ഇപ്പം 31 വയസ്സ്. മോക്ക് എന്തായാലും ജോലി കഴിഞ്ഞ് കല്യാണം മതി എന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു. 31 വയസ്സായി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പണ്ട് മുതൽ ഓട്ടങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഈ എളിയ ഒരു യഥാർത്ഥത്തിൽ ഇന്നത്തെ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു വായ്നോട്ടമാണെന്ന് തോന്നുന്നു. കാര്യം 30 രൂപയ്ക്കൊക്കെ ഇങ്ങനെ കാത്തു കെട്ടി കിടക്കും. സ്റ്റാൻഡിൽ തള്ളി ഫ്രണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു 30 രൂപ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനും നിരന്തരമായ ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അന്നത്തെ ഒരു കാര്യം, അന്ന് ആക്റ്റീവുകളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല. അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ കിട്ടുന്ന ഓട്ടങ്ങൾ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ. അന്ന് നമ്മൾ ശീലിച്ചു എന്ന് പറയും. അതെ, തീർച്ചയായിട്ടും ഓട്ടോ ഫീൽഡിൽ എന്ന് പറയുന്നത് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഫീൽഡ് അല്ല. അപ്പം നമ്മൾ ഇപ്പം വെള്ളം അടപ്പേ വെച്ചു പോയാലും അത് പിന്നെ ഓടി തിരിച്ചു വരുമ്പോൾ നമുക്ക് ആരുടെയും നമുക്ക് കാല് നീട്ടാതെ പൈസ കിട്ടും. തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം. ഈ കാലഘട്ടത്തിൽ വെള്ളം അടപ്പേ വെച്ച് പോയാൽ നമ്മൾ കിട്ടിയ അത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞു. പക്ഷേ ഈ ഓട്ടോ ഫീൽഡ് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടുന്ന ഒരു ഏരിയ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ കൂടുതലാണ്. കാരണം ആശുപത്രി രോഗികൾ, അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാരെയും ഒരു പൊതു സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ ആണെങ്കിലും നമ്മുടെ ഓട്ടോയിൽ കയറും. അവരുടെ ഒരു ആവശ്യം എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ പെരുമാറും. അപ്പൊ തീർച്ചയായിട്ടും അണ്ണന് ഇത്രയും കാലമായിട്ടും എന്തെങ്കിലും മടുപ്പുകൾ തോന്നുന്നുണ്ടോ? ഇത്രയും നാളും പണി നിർത്തണമെന്നുള്ള കാര്യം, അങ്ങനെയുള്ള ഒരു മേഖലയിലേക്കാണ് ഞാൻ പോകുന്നത്. കാര്യം നമ്മുടെ ഈ കിക്കർ വലിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്ന എല്ലാ പണിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ രാവിലെയൊക്കെ ഈ ഓയിലൊക്കെ കട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഈ കിക്കർ വലിക്കുമ്പോൾ നമ്മുടെ ഈ നടുവിന്റെയും അല്ലെങ്കിൽ നെഞ്ചിന്റെ പേശികളൊക്കെ വലിഞ്ഞ് അല്ലെങ്കിൽ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാത്ത ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വളരെ എനിക്കും പല വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അത് വണ്ടിയുടെ സേഫ്റ്റിയും, ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്യും, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും. എല്ലാ ജോലികളും ചെയ്യും. രാവിലെ എണീറ്റ് കിളയ്ക്കും. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് വരും? ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഇപ്പൊ രാവിലെ 9 മണി 8 മണിയാകുമ്പോ ഇവിടെ വരും. കരുനാഗപ്പള്ളി ഏമിന്റെ ആ ഭാഗത്താണ് മോനിഷ എന്ന് പറയുന്ന ആട്ടോ പണ്ട് മുതലേ. അതെ. അപ്പൊ ഒരുപാട് കോണ്ടാക്ടുകൾ കാണും. ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഇപ്പം പെൻഷൻ പറ്റിയത് തന്നെ 40-40 ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഈ ആട്ടോ ഫീൽഡിൽ ഇത്രയും ഒരു സേവന ഭാരമാണ് സത്യം പറഞ്ഞാൽ. എല്ലാ മേഖലയിലും അത്യാവശ്യത്തിന് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇപ്പം വണ്ടി ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ കിട്ടുന്നുണ്ടോ? ഉണ്ട്, കാര്യം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ക്ഷേമനിധി ഉണ്ട്. ക്ഷേമനിധിയിൽ ഞാൻ 1984 ഇത് തുടങ്ങി. പക്ഷെ ഞാൻ ചേർന്നില്ല. 2000 ഞാൻ ചേർന്ന് 20 വർഷം വെച്ച് അതിന്റെ പൈസ ഇവിടെ നമ്മൾ ഓരോരുത്തരോടും പറയുമ്പോൾ വെക്കാൻ പറയുമ്പോൾ എല്ലാവരും മടിയാണ്.
ആ മടി കാണിച്ചവന്മാരെല്ലാം ഇന്നിപ്പോ പെൻഷൻ പറ്റി 60 വയസ്സ് കഴിഞ്ഞ് പെൻഷനും ഇല്ലാതെ നടക്കുക. പക്ഷെ എനിക്കിപ്പോ 2200 രൂപ കിട്ടുന്നുണ്ട്. 2200 രൂപ. 2100 പൈസ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പൊ കടന്നു വരുന്നുണ്ട്. ഇലക്ട്രിക് ആട്ടോ ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇലക്ട്രിക് വണ്ടിയെ പറ്റി ഞാൻ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അല്ല, യാത്രാസുഖവും അതേപോലെ തന്നെ യാത്രാ സുഖമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഈ ഇന്ധന ചെലവൊക്കെ നോക്കുമ്പം ഇത് ഒന്ന് എടുത്താൽ കൊള്ളാം. ഞാൻ ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 30 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. 30 വർഷം പഴക്കമുള്ള വണ്ടിയായിട്ടും എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? 30 മൈലേജ് ഉണ്ട്. നമുക്ക് ഈ ഡീസൽ വണ്ടിക്കൊക്കെയാണ് സാധാരണ 30, 35, 40 ഒക്കെ കിട്ടാറുള്ളത്. പെട്രോൾ വണ്ടിക്കൊക്കെ ഇപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത് സൈലൻസർ കത്തിക്കണം, അതേപോലെ തന്നെ ഓയിലൊക്കെ ഒഴിച്ച് ഓടുമ്പോൾ പല പ്രശ്നം കൊണ്ട് ഏകദേശം ചിലപ്പോൾ 18, 15, 20 ഒക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടിക്ക് 30 മൈലേജ് കിട്ടാനുള്ള കാരണം എന്തായിരിക്കും? അത് എന്റെ വണ്ടിയിലേക്കുള്ള മെയിൻ്റെനൻസും മറ്റു കാര്യം വരും എല്ലാം അന്നേരം നമ്മൾ ചെക്കപ്പ് ചെയ്യും. അത് അറിയാം, അതിന്റെ സൗണ്ട് അതിന്റെ മാനദണ്ഡം എല്ലാം എനിക്ക്. അതെ. അതൊരു പക്ഷേ ഇപ്പം പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ ഏകദേശം ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോ അധികകാലം നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു ശാരീരികാവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർ കയറി വരും, ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തുകൊണ്ട് വരും. അപ്പൊ അവരൊക്കെ പഴയ വണ്ടി എടുക്കുമ്പോഴും അണ്ണനുണ്ടായ അനുഭവങ്ങൾ അവരുമായിട്ടൊന്ന് ജസ്റ്റ് കുറെ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. മറ്റ് കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ വണ്ടിയെ പറ്റി എന്താണെന്ന്, ആ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് എന്നൊന്നും നമുക്ക്. മോഷണ വണ്ടിയായിരിക്കാം, CC പിടിച്ച വണ്ടിയായിരിക്കാം, ഇടിച്ചിട്ടുള്ള വണ്ടിയായിരിക്കാം. പിന്നെ ഈ ഒരു ദിവസം പോലും ഇഞ്ചർ ഇല്ലാതെ ഓടത്തില്ല, ലൈസൻസ് ഇല്ലാതെ ഓടത്തില്ല, എല്ലാ കാര്യമില്ല. ബുക്കിന്റെ ഭാഗത്തുനിന്നെല്ലാം എല്ലാം ക്ലിയർ ആയിട്ട് ഓടത്തും. പണ്ടൊക്കെ ബാഡ്ജ് വേണമായിരുന്നു ഓട്ടോറിക്ഷക്കാർക്ക്, ഇപ്പൊ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെടുത്ത് കളഞ്ഞു. പക്ഷേ ഇപ്പൊ സ്റ്റാൻഡ് പെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനെ കുറിച്ചിട്ട് എന്താ സംഭവം? അതിപ്പം സ്റ്റാൻഡ് പെർമിറ്റ് വേണ്ടെന്നല്ല കേന്ദ്ര നിയമം പറയുന്നത്. എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ സ്ഥലത്തും വിട്ട് ഓടാം. അപ്പൊ അങ്ങനെ ജീവിതമാർഗം സത്യം പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഈ ആട്ടോക്കാരെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു പ്രോസസ് ഉണ്ടായിരിക്കും. കാര്യം എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് ഇറങ്ങുന്ന പല ആൾക്കാരെയും പെറ്റിയടിച്ചും അങ്ങനെയുള്ള ഒരുപാട് ഉപദ്രവങ്ങളും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ ചിലരൊക്കെ ജീവിക്കാൻ വേണ്ടി അല്ലെന്നും പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലാത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇടപെടുന്ന രീതി, ആ സ്വഭാവം. അതെ. അത് ഏത് വ്യക്തികളായാലും 10 രൂപ കുറഞ്ഞാലും പൊയ്ക്കോടാന്ന്. തീർച്ചയായിട്ടും ഈ മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസരം വരുമ്പോഴത്തേക്കിന് കുറച്ച് ആൾക്കാർ അത് കള്ളത്തരത്തിലേക്ക് പോകും. ചില ആൾക്കാർ ഫ്രീ ആയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അങ്ങനെ അധർമ്മത്തിലേക്ക്. അതിപ്പോ ഞാൻ വന്ന കാലഘട്ടമാണെങ്കിൽ എനിക്കാണെങ്കിൽ ഏതെങ്കിലും കൊട്ടേഷൻ ടീമിന്റെ കൂടെ ചേർന്നായിരുന്നു ഈ കാശ് കൂടുതൽ ഉണ്ടാക്കാറ്. അതെ കേട്ടോ, എനിക്ക് ഏതെങ്കിലും കൊട്ടേഷൻ ടീമിന്റെ കൂടെ കാശ് കൂടുതൽ കിട്ടിയാൽ. ഞാൻ ചോദിക്കുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ വണ്ടി ഓടിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോകുമായിരുന്നു. സ്പീഡിന് കുറഞ്ഞ സ്കോപ്പ് ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടം. പക്ഷെ ഇന്നത്തെ ചെലവ് പെട്രോളിന് 106 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ 1 ലിറ്റർ എണ്ണയ്ക്ക്, വെളിച്ചെണ്ണയ്ക്ക് 280 രൂപ മേളിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഓട്ടവും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അത് പറ്റത്തില്ല. അത് ഒരിക്കലും പറ്റത്തില്ല. വലിയ പ്രയാസമായിരിക്കും ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ചെലവും മറ്റേതും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരു വിഷമ സാഹചര്യം ഉണ്ടാവില്ലേ? ലൈഫിനകത്ത് മക്കള് ഒരു വിഷമസ്ഥിതിയിലേക്ക് പോകും, ഭാര്യ നമ്മള് ഉള്ളത് കൊണ്ടുപോകണം പോലെ. അത് പണ്ട് മുതലേ അങ്ങനെ ശീലിച്ച് വന്നതിന്റെ പേരിൽ എന്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, ഇത്ര വരുമാനമേ ഉള്ളൂ, എന്റെ ഭർത്താവിന് ഇത്ര വരുമാനമേ ഉള്ളൂ, എന്റെ സമൂഹത്തിനും അറിയാം നമുക്ക് ഇത്രയും വരുമാനമേ ഉള്ളൂ അല്ലേ? അവര് വിചാരിക്കുന്ന എന്താ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ 2 പിള്ളേരെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നെന്നാ അതെ അവര് തിരക്കുന്നത്. മോള് BCom പഠിച്ച് 28 വയസ്സിലായപ്പോ ജോലി കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയാലും ഒരു 10,000-2,000 രൂപയും മോളിൽ പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ലെന്നോ? കാര്യം കൊല്ലം വരെ ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട്. ഇല്ല, ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട് 1.5 മണിക്കൂർ ഇങ്ങോട്ട് പോട്ടെ. മാക്സിമം ഒരു 10-700 രൂപ ചെലവും എണ്ണ എല്ലാം കൂടെ 1,800 രൂപ കിട്ടും. അങ്ങ് അറ്റം പോയി പണ്ടക്കൻ ഓട്ടം ഉണ്ടെങ്കിൽ തന്നെയും ഒരു 1,500-2,000 രൂപ 2,000 രൂപ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി ഇല്ലേ? രാത്രി 2,000 രൂപ നമ്മള് ഓടിയാലേ പറ്റും. രാത്രിയിലും ഒക്കെ കിടന്ന് ഓടണം. അത് ഓട്ടം ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പൊ ഓട്ടം കുറവാണ്. ഇപ്പൊ ഓട്ടം കുറവാ. ഞാൻ 6 മണിയാകുമ്പോ ഒതുക്കി ഈ റോഡിൽ ഈ വണ്ടിയായിട്ട് നടക്കാൻ പറ്റും. അണ്ണം പിടിച്ചു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ 40 കൊല്ലം കൊണ്ടുള്ള ആ ഒരു ബന്ധം, ആ ഫോണോട്ടം കൊണ്ടാണ് അണ്ണൻ പിടിച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം എന്നെ വിളിക്കും. തീർച്ചയായിട്ടും ഞാനും കിടക്കുന്നത് ഏകദേശം 40-50 രൂപ കിട്ടിയിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ഞാൻ വണ്ടി കൊണ്ടിട്ടാൽ രാത്രി 12 മണി വരെ ഓടിയിട്ടും ചിലപ്പോൾ എനിക്ക് കിട്ടിയത് 200-300 രൂപ കിട്ടി പോയിട്ടുണ്ട്, ചിലപ്പോൾ 100 രൂപ കിട്ടി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാര്യം പുതിയതായിട്ടൊരു ഫീൽഡിലേക്ക് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഓട്ടം കിട്ടും, അല്ലെങ്കിൽ സ്റ്റാൻഡ്. എന്റെ പിള്ളേർ രണ്ടും പഠിച്ച് മോന MSc BSc എഡ് നെറ്റ് സെറ്റ്
ഏറെ പേർക്ക് കിട്ടി. പിന്നെ എന്തായാലും അഭിമാനിക്കാം. കാര്യം ഇത്രയും നാള് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അതുകൊണ്ട് ഇപ്പം ഈ ജീവിതം ഒരു നിലവാരത്തിലേക്ക് എത്തി. ഇപ്പൊ നമുക്ക് ഫ്രീ ആയി. എന്നാലും ചുമ്മാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് ഉരുട്ടിക്കൊണ്ട് നടക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും ഹാപ്പി ലൈഫാണ്. എത്ര പേരുണ്ട് മക്കൾ? എത്ര പേരാണ്? രണ്ടുപേര്. അപ്പൊ എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നു. നമ്മളുടെ എത്ര രൂപ ചെലവ് വന്നാലും ഇപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ ആൾക്കാർ ചെലവാക്കുന്നുണ്ട്. ചിലപ്പോൾ 5 ലക്ഷം രൂപ സർക്കാർ ജീവന മാർഗം 5 ലക്ഷം രൂപ കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് ചെലവ് കാണും, മുഴുക്കത്തുമില്ല. പക്ഷെ നമ്മളുടെ വരുമാനം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് നല്ല രീതിയിൽ ഇന്നും കഴിയുന്ന ഒരു ഫാമിലിയാണ് മോനിഷ ഓട്ടോയിലെ പ്രിയപ്പെട്ട നമ്മുടെ സാരഥിക്ക്. അപ്പൊ എന്തായാലും പിന്നെ വേറൊരു കാര്യം ഉണ്ടാണ്. അപ്പം പുതിയതായിട്ട് കുറെ ടീമുകൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഓടുമ്പോൾ പല പല പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാവും. ചിലപ്പോൾ പിസ്റ്റം പിടിക്കാം, ചിലപ്പം കേബിൾ പൊട്ടിപ്പോകാം, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുന്നുണ്ട്. എല്ലാ പണികളും എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതല്ലെങ്കിൽ എപ്പോഴും വർഷാപ്പിൽ കാണിക്കും. ചിലപ്പോൾ 100 രൂപ ഓടിയാണെങ്കിൽ 500 രൂപ പണി വരും. അതൊക്കെ അതിനകത്തുള്ളതാ. അതെ. പിന്നീട് എന്താണ് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരടിക്കും നമ്മുടെ സമൂഹത്തിനോടും പറയാനുള്ള കാര്യം? ഒരുപാട് ചാരിറ്റി മേഖലയായിരിക്കുമല്ലോ. കാര്യം ഒരു ജോലിക്ക് പോകാനോ ഒരു ആശുപത്രി പോകാനോ ഒക്കെ വഴിയിൽ തലയ്ക്ക് കൈയും കൊടുത്ത് അല്ലെങ്കിൽ വേദന കടിച്ചമർത്തിയിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാഹിതമായിട്ടുള്ള സംഭവം വരുമ്പോൾ ആട്ടോക്കാരായിരിക്കും പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഒരു സന്തോഷവും വിഷമവും നിറഞ്ഞ എന്തെങ്കിലും ഒരു അനുഭവം, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ? ഒന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പറഞ്ഞാലേ ഒരുപാടുണ്ട്, ആയിരക്കണക്കിനുണ്ട്. അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല. പിന്നെ ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം ചില രാത്രികൾ ഉറക്കമില്ലാതെ ചിലപ്പോൾ വിളിക്കുമ്പോൾ പോകേണ്ടി വരും. അത് മുഖേന ശത്രുക്കളാവും. ചിലപ്പോൾ പോകാതിരിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ശത്രുക്കളാവും. കാര്യം ചിലപ്പോൾ ക്ഷീണിച്ചു വന്ന് കിടന്ന് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല. ഒരുപാട് ഗർഭിണികളെയും ഒക്കെ മഴയത്തും ഒരു ചെറിയുന്ന മഴയത്തും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മരണപ്പെട്ട കുട്ടികളെയും കൊണ്ട് എന്റെ ആട്ടോയെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ.